ക്രിസ്തു നമുക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദത്തം അവന്റെ സമാധാനമായിരുന്നു. അവൻ പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. യേശുക്രിസ്തു തന്റെ ജീവിതത്തിൽ നടത്തിയ ശാന്തതയെക്കുറിച്ച് ചിന്തിക്കുക. നമ്മളെപ്പോലെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിടുക്കം കാട്ടിയില്ല, എല്ലാവരുമായും സമയം ചെലവഴിച്ചു. അവൻ 3.5 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലോകത്തിലെ വിശക്കുന്ന എല്ലാ ആളുകളെയും തന്റെ ഒരു കൈകൊണ്ട് പോറ്റാൻ അവൻ കഴിയുമായിരുന്നു. എല്ലാ യുദ്ധങ്ങളും നിർത്താൻ അവൻ കഴിയുമായിരുന്നു. പക്ഷേ അവൻ അത് ചെയ്തില്ല. അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നില്ല. കുരിശിൽ പോയി നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുക എന്നതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന് നിങ്ങളുടെ പുറം തട്ടി, മേരി, ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. നീ എന്റെ നിയമം ലംഘിച്ചു, നീ പാപം ചെയ്തുവെന്ന് എനിക്കറിയാം. നോക്കൂ, പാപം നിസ്സാരമായി തോന്നുന്നു. അത് ഗൗരവമുള്ളതായി തോന്നുന്നില്ല, എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അത് മാരകമായ ഗൗരവമുള്ളതാണ്. അത് നിത്യമരണം കൊണ്ടുവരുന്നു എന്നാണ്. അത് ന്യായവിധി എന്നാണ്. ദൈവം നീതിമാനായ ദൈവമാണ്, തികച്ചും നീതിമാനാണ്. മാനുഷകുലത്തിന്റെ പാപം ആരെങ്കിലും ഏറ്റെടുക്കേണ്ടതായി വന്നു. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ആ പാപം ഏറ്റെടുക്കാം. അവൻ നിങ്ങളുടെ ന്യായവിധിയും നിങ്ങളുടെ നരകവും ഏറ്റെടുത്തു. ആ കുരിശിൽ കിടന്നപ്പോൾ തന്റെ കൈകളിൽ ആണികൾ അടിച്ചുകൊണ്ടിരുന്ന ആളുകളോട് അവൻ പിതാവിനോട് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, പിതാവേ, അവരോടും ക്ഷമിക്കണമേ. അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. തന്റെ കൈകളിൽ ആണികൾ അടിച്ചവരെ സ്വർഗ്ഗത്തിൽ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവരെ സ്വർഗ്ഗത്തിൽ കാണാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു, കാരണം അന്ന് ദൈവം തന്റെ പുത്രന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.